കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം സെക്കൻഡ് സെമ്മിലെ കോമൺ കോഴ്സ് അറബിക് ലബാക്ക എന്ന പുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം ഹിദാ ഒ അബുൽ ഖാസിം, അബുൽ ഖാസിമിൻ്റെ ചെരുപ്പ്. പ്രശസ്തമായ ഒരു കഥയാണിത്. നമ്മൾ പണ്ട് മുതലേ കേട്ട് വരുന്നൊരു കഥ. അബുൽ ഖാസിമിൻ്റെ ചെരുപ്പ്. കാനഫി ബഗ്ദാദ് റജുലുൻ, ബാഗ്ദാദിൽ ഒരു ആളുണ്ടായിരുന്നു. ഇസ്മുഹു അബുൽ ഖാസിം, അദ്ദേഹത്തിൻ്റെ പേര് അബുൽ ഖാസിം എന്നാണ്. വക്കാന ലഹു ഹിദാ ഉൻ, അദ്ദേഹത്തിനൊരു ഹിദാ, ഒരു ചെരുപ്പ് ഉണ്ടായിരുന്നു. ലല്ല യൽബസുഹു സബഅ സിനീന, 7 വർഷമായിട്ട് അദ്ദേഹം അത് ധരിക്കുന്നുണ്ട്. വക്കാന കുല്ലമാ തഖത്തഅ ഫീഹി മൗളിഉൻ, ആ ചെരുപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മുറിയുമ്പോഴെല്ലാം, പൊട്ടുമ്പോഴെല്ലാം ജഅല മക്കാനഹു റുഖഅത്തൻ, അയാൾ ആ സ്ഥലത്തൊരു പീസ് വെക്കും. റുഖഅത്ത് മീൻസ് ഒരു കഷ്ണം വെച്ച് പിടിപ്പിക്കും. അങ്ങനെ മുറിവ് അടക്കും. ഇല അൻ സ്വാറ സഖീലൻ ജിദ്ദൻ, അങ്ങനെ അത് വളരെ ഭാരമുള്ളതായി തീർന്നു. 7 വർഷമായിട്ട് ചെരുപ്പ് മുറിയുമ്പോഴെല്ലാം പീസ് വെച്ചുകൊണ്ട് ചെരുപ്പെടുത്തിയിട്ട് അവസാനം ആ ചെരുപ്പ് ഒരു വലിയ ഭാരമുള്ള ചെരുപ്പായി തീർന്നു. പദാത്ത യോമിൻ, ഒരു ദിവസം ദഹബ അബുൽ ഖാസിം ഇല ഹമ്മാമിൻ ആമിൻ യഗ്തസിലു, അബുൽ ഖാസിം പബ്ലിക് ബാത്റൂമിലേക്ക് കുളിക്കാൻ വേണ്ടി പോയി. ഹമ്മാമുൻ ആമൻ, പബ്ലിക് ബാത്റൂം. യഗ്തസിലു മീൻസ് കുളിക്കാൻ വേണ്ടി പോയി. ഫഖാല ലഹു അഹദു അസ്ദിഖാഇഹി, അപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ അവനോട് പറഞ്ഞു, യാ അബുൽ ഖാസിം, അബുൽ ഖാസിമേ, ലൈതക തതഖല്ലസു മിൻ ഹിദാഇക ഹാദാ, നീ നിന്റെ ഈ ചെരുപ്പിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ. ഫഅൻത ദു മാലിൻ, നീയാണെങ്കിൽ പണമുള്ളവനാണ്, നീ അത്യാവശ്യം പണമൊക്കെ നിന്റെ കയ്യിലുണ്ട്, എന്നിട്ടും എന്താണ് ഈ പഴയ ചെറുപ്പം കൊണ്ട് നടക്കുന്നത്, നിനക്കിതൊന്ന് മാറ്റിക്കൂടെ എന്ന് കൂട്ടുകാരൻ അവനോട് പറഞ്ഞു. ഫഖാല ലഹു അബുൽ ഖാസിം, അപ്പോൾ അബുൽ ഖാസിം പറഞ്ഞു, അൽ ഹഖ്ഖു മഅക, താങ്കൾ പറഞ്ഞത് ശരിയാണ്. സഅസ്തരി ഹിദാഅൻ ജദീദൻ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ ഞാൻ പുതിയൊരു ചെരുപ്പ് വാങ്ങും. ഇൻഷാ അല്ലാഹ് ഞാനൊരു ചെരുപ്പ് വാങ്ങും, താങ്കൾ പറഞ്ഞത് ശരിയാണ്. എന്നും ഈ ചെരുപ്പം കൊണ്ട് നടക്കുന്നത് നല്ലതല്ല. അങ്ങനെ അദ്ദേഹം കുളിക്കാൻ കയറി. വലമ്മ ഖറജ മിനൽ ഹമ്മാം, ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ വലബിസ സിയാബഹു, വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങി. അപ്പോൾ റഅ ബിജാനിബി ഹിദാഇഹി അൽ ഖദീമി ഹിദാഅൻ ആഖറ ജദീദൻ, തൻ്റെ പഴയ ചെരുപ്പിൻ്റെ അടുത്ത് പുതിയൊരു ചെരുപ്പ് കണ്ടു. അവൻ കണ്ടു ബിജാനിബി ഹിദാഇഹി, തൻ്റെ ചെരുപ്പിൻ്റെ അടുത്ത്, അൽ ഖദീം, പഴയ ചെരുപ്പിൻ്റെ അടുക്കൽ, ഹിദാഅൻ ആഖറ ജദീദൻ, മറ്റൊരു പുതിയ ചെരുപ്പ് കൂടെ കണ്ടു. ഫളന്ന അന്ന റജുല മിൻ കറമിഹി ഇസ്തറാഹു ലഹു, അയാൾ വിചാരിച്ചു തന്നോട് നേരത്തെ പുതിയ ചെരുപ്പ് വാങ്ങിക്കൂടെ എന്ന് പറഞ്ഞ ആ കൂട്ടുകാരൻ അയാളുടെ ഔദാര്യത്താൽ തനിക്കൊരു ചെരുപ്പ് വാങ്ങിത്തന്നതാണ് എന്ന് വിചാരിച്ചു. പുറത്തിറങ്ങിയപ്പോൾ മറ്റൊരു ചെരുപ്പ് കൂടെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞ ആള് ഒരു പുതിയ ചെരുപ്പ് വാങ്ങി തനിക്ക് വേണ്ടി ഇവിടെ വെച്ചതാണ് എന്നാണ് ഇദ്ദേഹം കരുതിയത്. അദ്ദേഹം വിചാരിച്ചു. ഫലബിസഹു, അങ്ങനെ അയാൾ അത് ധരിച്ചു. വമള ഇലാ ബൈതിഹി, എന്നിട്ട് വീട്ടിലേക്ക് പോയി, പുതിയ ചെരുപ്പും ധരിച്ച് വീട്ടിലേക്ക് പോയി. വകാന ദാലികൽ ഹിദാഉ ലിൽ ഖാദി, എന്നാൽ ആ ചെരുപ്പ് നാട്ടിലെ ഖാദിയുടേതായിരുന്നു, ന്യായാധിപന്റെ, ജഡ്ജിന്റെ ചെരുപ്പായിരുന്നു. വഖദ് ജാഅ ഫി ദാലികൽ യൗമി ഇലൽ ഹമ്മാം, അയാളും ആ ദിവസം ഹമ്മാമിലേക്ക് കുളിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അബുൽ ഖാസിം കയറിയ സമയത്ത് തന്നെ അദ്ദേഹം മറ്റൊരു ബാത്റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു, ചെരുപ്പ് പുറത്ത് അഴിച്ചു വെച്ചുകൊണ്ട്. ഹുനാക്ക, അങ്ങനെ അയാൾ തന്റെ ചെരുപ്പ് അവിടെ വെച്ചു. ദഖല യസ്തഹിമു, എന്നിട്ട് കുളിക്കാൻ വേണ്ടി കയറി. ഫലമാ ഖറജ, അങ്ങനെ കുളിക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് അബുൽ ഖാസിം പുറത്തിറങ്ങി ആ ചെരുപ്പ് ചവിട്ടിപ്പോയത്. അങ്ങനെ ഫലമ്മ ഖറജൽ ഖാദി പുറത്തിറങ്ങിയപ്പോൾ ബഹസ അൻ ഹിദാഇഹി, തന്റെ ചെരുപ്പ് നോക്കി. ഫലം യജിദുഹു, പക്ഷെ അയാൾ അത് കണ്ടില്ല. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ ബുദ്ദ ലിമൻ ലബിസ ഹിദാഇ അൻ യകൂന ഖദ് തറക ഹിദാഅഹു, എൻ്റെ ചെരുപ്പ് ധരിച്ചവൻ നിർബന്ധമായും അവൻ്റെ ചെരുപ്പ് ഇവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണല്ലോ, മറ്റൊരാളുടെ ചെരുപ്പ് കൊണ്ടുപോയാൽ അയാൾ വന്ന ചെരുപ്പ് അവിടെ വെച്ചിട്ടുണ്ടാവും എന്ന് ഖാദി പറഞ്ഞു. അങ്ങനെ വഫത്തശു, എല്ലാവരും കൂടെ നോക്കി, പരിശോധിച്ചു. ഫലം യജിദു ഗൈറ ഹിദാഇ അബുൽ ഖാസിം, അബുൽ ഖാസിമിന്റെ ചെരുപ്പല്ലാതെ മറ്റൊരു ചെരുപ്പും അവരവിടെ കണ്ടില്ല. ഫഅറഫൂഹു, അവർക്കത് മനസ്സിലായി. അബുൽ ഖാസിമിന്റെ ചെരുപ്പ് ഫേമസ് ആണല്ലോ,
അങ്ങനെ അവർ മനസ്സിലാക്കി, കാളിയോട് പറഞ്ഞു ഇത് അബുൽ ഖാസിമിന്റെ ചെരുപ്പാണ്, അത് മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അയാളായിരിക്കും കാളിയുടെ ചെരുപ്പം കൊണ്ട് പോയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. അങ്ങനെ അർസലൽ ഖാലി ഖദമഹു ഇലാ ബൈത്തി അബുൽ ഖാസിം, ഖാലി തന്റെ സേവകരെ അബുൽ ഖാസിമിന്റെ വീട്ടിലേക്ക് അയച്ചു. ഫവജദുൽ ഹിദാ ഇൻദഹു, അവർ അദ്ദേഹത്തിന്റെ ചെരുപ്പ് അയാളുടെ അടുക്കൽ കണ്ടു. ഖാലിയുടെ ചെരുപ്പ് അയാളുടെ അടുക്കൽ, അബുൽ ഖാസിമിന്റെ അടുക്കൽ കണ്ടു. ഫഅഹ്ലറൂഹു ലിൽ ഖാലി, അങ്ങനെ അയാളെ ഖാലിയുടെ അടുക്കലേക്ക് അവർ കൊണ്ടുവന്നു. അഹ്ലറ, കൊണ്ടുവന്നു. വളറബഹു തഅദീബൻ ലഹു, അയാളെ, അതായത് ഈ അബുൽ ഖാസിമിനെ തഅദീബ്, മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, അടിച്ചു, ശിക്ഷയായിട്ട് അടി കൊടുത്തു. വഹബസഹു മുദ്ദതൻ, കുറച്ചു കാലം എന്ത് ചെയ്തു, ഹബസ, തടവിലിട്ടു. വഗറമഹു ബഅദൽ മാലി, കുറച്ച് പണം പിഴയായി ചുമത്തി. വഅത്ലഖ സറാഹു, പിന്നീട് വിട്ടയച്ചു. അങ്ങനെ അടികിട്ടി ജയിലിലാക്കി പിഴ കൊടുക്കേണ്ടി വന്നു. പിന്നീട് മോചിപ്പിച്ചു. ഖറജ അബുൽ ഖാസിം മിനൽ ഹബ്സ്, അബുൽ ഖാസിം ജയിലിൽ നിന്നും പുറത്തിറങ്ങി. ഹബ്സ്, ജയില്. വഅഖദ ഹിദാഅഹു, എന്നിട്ട് തന്റെ ചെരുപ്പെടുത്തു. വഹുവ ഗൾബാനുൻ അലൈഹി, അദ്ദേഹം ആ ചെരുപ്പിനോട് വളരെ ദേഷ്യമുണ്ടായിരുന്നു അയാൾക്ക്. വഹുവ ഗളബാൻ, ഗളബാൻ മീൻസ് ദേഷ്യപ്പെട്ടവൻ, അലൈഹി, ആ ചെരുപ്പിനോട് നല്ല ദേഷ്യം തോന്നി. കാരണം ചെരുപ്പ് കാരണമാണല്ലോ ഈ ഗതി വന്നത്. വമളാ ഇലൻ നഹ്രി, അങ്ങനെ അയാൾ പുഴയിലേക്ക് പോയി. ഫഅൽഖാഹു, എന്നിട്ട് ആ ചെരുപ്പിനെ പുഴയിലിട്ടു. ഫഅൽഖാഹു ഫീഹി, അതിലിട്ടു, പുഴയിലേക്ക് ഇട്ടു. ഫഗാസ ഫിൽ മായി, ചെരുപ്പ് പുഴയിൽ ഒഴുകിപ്പോയി. ഫഅത അഹദു സയ്യാദിന, അപ്പോഴേക്കും ഒരു സയ്യാദ്, ഒരു മീൻപിടുത്തക്കാരൻ അവിടെ വന്നു. വന്നു അഹദു സയ്യാദിന, ഒരു മീൻപിടുത്തക്കാരൻ. വറമാ ശബക്കതഹു, അവൻ തന്റെ വലയെറിഞ്ഞു, വല വീശി. ഫതല ഫീഹ, അപ്പോൾ ആ ചെരുപ്പ് ആ വലയിൽ കുടുങ്ങി. ഫലമാറ ആഹു സയ്യാദു അറഫഹു, സയ്യാദ് അത് കണ്ടപ്പോൾ, ചെരുപ്പ് കണ്ടപ്പോൾ അയാൾ മനസ്സിലാക്കി ഇത് അബുൽ ഖാസിമിന്റെ ചെരുപ്പാണെന്ന് അയാൾക്കറിയാം. വലന്ന അന്നഹു വഖഅ മിൻഹു ഫിൻ നഹരി, അയാൾ വിചാരിച്ചു അന്നഹു, ആ ചെരുപ്പ്, വഖഅ മിൻഹു, അബുൽ ഖാസിമിൽ നിന്നും വീണുപോയി, ഫിൻ നഹരി, പുഴയിലേക്ക് വീണുപോയതാണ് എന്ന് കരുതി. അങ്ങനെ ഫഹമലഹു ഇലാ ബൈത്തി അബുൽ ഖാസിം, അയാൾ അതുകൊണ്ട് അബുൽ ഖാസിമിന്റെ വീട്ടിലേക്ക് പോയി. ഫലം യജിദ്ഹു, പക്ഷേ അബുൽ ഖാസിമിനെ അവിടെ കണ്ടില്ല. ഫനളറ, അയാൾ നോക്കി, ചുറ്റും നോക്കി. ഫറഅ നാഫിദത്തൻ മഫ്തൂഹത്തൻ, അപ്പോൾ ഒരു ജനല് തുറന്നു കിടക്കുന്നത് കണ്ടു. മഫ്തൂഹത്ത്, തുറന്നത്. ഫറമാഹു മിൻഹ ഇലൽ ബൈത്തി, അപ്പോൾ അയാൾ ആ ജനലിൽ കൂടെ ആ ചെരുപ്പ് ഉള്ളിലേക്ക് ഇട്ടു. റമാഹു, അതിനെ എറിഞ്ഞു, അതിൽ കൂടെ ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. ഫസഖത അലാ ഖിസാനത്തി സുജാജി, ആ ചെരുപ്പ് ചെന്ന് വീണത് എവിടെയാണ്? അല ഖിസാനത്തി സുജാജി, ഒരു ചില്ല് പാത്രത്തിന്റെ മേലേക്കാണ്. ഒരു ചില്ല് ഭരണിയുടെ, ഒരു കുപ്പി അല്ലെ, ഗ്ലാസിന്റെ ഭരണിയുടെ മേലെ വീണു. നല്ല ഭാരമായിട്ടുണ്ട് ഈ ചെരുപ്പിനെ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഭാരമായ ചെരുപ്പായതുകൊണ്ട് ഫക്കസറഹ, അത് ആ ഗ്ലാസിനെ പൊട്ടിച്ചു. ഗ്ലാസ് പൊട്ടി. ഇയാളൊരു നല്ല കാര്യം ചെയ്തതാണ് നമ്മുടെ മീൻപിടുത്തക്കാരൻ, പക്ഷെ അത് കൂടുതൽ ദോഷകരമാവുകയാണ് ചെയ്തത്. വജാ അബുൽ ഖാസിം വന്നു. ഫഅറഫൽ അംറ, അയാൾ കാര്യം അറിഞ്ഞു. അയാള് ഗ്ലാസ് പൊട്ടിയിരിക്കുന്നത് കണ്ടു അല്ലേ. ഫലതമ വജഹു, തന്റെ മുഖത്തടിച്ചു. ലതമ മീൻസ് മുഖത്തടിച്ചു എന്നാണ്. ലതമ വജഹു, അയാൾ മുഖത്തടിച്ചു, ദേഷ്യം പിടിച്ച് അല്ലെ, ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ നെറ്റിക്കടിക്കുമല്ലോ നമ്മള്, അങ്ങനെ അടിച്ചു. അഖദ യബ്കി, കരയാൻ തുടങ്ങി. വയ്യൽ അനുൽ ഹിദ, ആ ചെരുപ്പിനെ പഴിക്കാൻ തുടങ്ങി, ശപിക്കാൻ തുടങ്ങി. ഈ ചെരുപ്പ് കൊണ്ട് എന്തൊരു ബുദ്ധിമുട്ടാണല്ലേ, ഒഴിവാക്കിയിട്ട് വീണ്ടും വന്നിരിക്കുന്നു, ആരാണ് ഇത് കൊണ്ടുവിട്ടത്? അങ്ങനെ കാമ അബുൽ ഖാസിം യഹ്ഫിറു ഫിൽ ലൈലി, അബുൽ ഖാസിം രാത്രി, യഹ്ഫിറു മീൻസ് കുഴിക്കുക, കാമ യഹ്ഫിറു, കുഴിക്കാൻ തുടങ്ങി രാത്രിയിൽ. ഹുഫ്രതൻ, ഒരു കുഴി, എന്തിനു വേണ്ടി? യദ്ഫുനുൽ ഹിദാ ഫീഹ, ആ ഹിദാനെ, ചെരുപ്പിനെ അതിൽ മറവ് ചെയ്യാൻ വേണ്ടി, കുഴിച്ചിടാൻ വേണ്ടി ഒരു കുഴി എടുക്കാൻ തുടങ്ങി. വയ്യർത്താഹു മിൻഹു, അങ്ങനെ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, ഈ ചെരുപ്പിന്റെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കുഴിച്ചിടലേ ഇനി മാർഗമുള്ളൂ. അങ്ങനെ കുഴിക്കാൻ തുടങ്ങിയപ്പോൾ സമിഅൽ ജീറാനു, അയൽവാസികൾ കേട്ടു, സൗത്തൽ ഹഫ്രി, കുഴിക്കുന്ന ശബ്ദം. ഫലന്നു, അവർ വിചാരിച്ചു, അന്ന അഹദൻ, ഏതോ ഒരാള്, യുരീദു അൻ യഹ്ദിമ ബൈതഹും, അവരുടെ വീട് തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് അവർ കരുതി. തങ്ങളുടെ വീട് കുഴിച്ച് തള്ളിയിടാൻ വേണ്ടി നോക്കുകയാണ് എന്ന് വിചാരിച്ചു. ഫശക്കൗ അൽ അംറ ഇലൽ ഹാക്കിം, ഉടനെ അവർ ഹാക്കിമിന്റെ അടുക്കലേക്ക് പോയി കാര്യം പറഞ്ഞു. ശക്കൗ, ആവലാതി ബോധിപ്പിച്ചു, അൽ അംറ, ഈ കാര്യം, ഇലൽ ഹാക്കിം, ഹാക്കിമിനോട്.
ഫഅർസല ഇലൈഹി, അങ്ങനെ ഹാക്കിം ആളെ അയച്ചു. വ അഹ്ലറഹു, അയാളെ കൊണ്ടുവന്നു, അബുൽ ഖാസിമിനെ കൊണ്ടുവന്നു. ഹാക്കിം ആളെ അയച്ചു, കുഴിക്കുന്ന ആളെ കൈയോടെ പിടിച്ചു കൊണ്ടുവന്നു. വഖാല ലഹു, അയാളോട് ഖാലി ചോദിച്ചു, കൈഫ തുഹാവിലു അൻ തഹ്ദിമ അലാ ജീറാനിക ഹാഇത്തഹും, നീ എങ്ങനെയാണ് നിന്റെ അയൽവാസികളുടെ മതില് തകർക്കാൻ വേണ്ടി ശ്രമിക്കുക, ശരിയാണോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഹബസഹു, അയാളെ ജയിലിലിട്ടു. വലം യുത്ലിഖുഹു ഇല്ലാ ബഅദ അൻ ഗറമഹു ബഅദൽ മാൽ, കുറച്ച് പണം പിഴയായി ഈടാക്കിയതിന് ശേഷമല്ലാതെ അയാളെ പുറത്തുവിട്ടില്ല. ലം യുത്ലിഖുഹു, സ്വതന്ത്രനാക്കിയില്ല, മോചിപ്പിച്ചില്ല. ഇല്ലാ ബഅദ ഗറമഹു, പിഴ ബഅദൽ മാൽ, കുറച്ച് പണം, ഗറമ മീൻസ് പിഴ ചുമത്തി അല്ലെ, പിഴ ചുമത്തിയതിന് ശേഷമല്ലാതെ പുറത്തുവിട്ടില്ല. അപ്പോൾ വീണ്ടും പണം പോയി. അങ്ങനെ അബുൽ ഖാസിം കുടുങ്ങി. എന്ത് ചെയ്യും? സഅദ അബുൽ ഖാസിം ഫൗക സത്ഹി ബൈതിഹി, അബുൽ ഖാസിം ആ ചെരുപ്പ് കൊണ്ട് തൻ്റെ വീട്ടിൻ്റെ ടെറസിലേക്ക് കയറി. സഅദ കയറി, സത്ഹി ടെറസ്. വവളഅ ഹിദാഅഹു ഹുനാക, അങ്ങനെ തൻ്റെ ചെരുപ്പ് അവിടെ വെച്ചു, ടെറസിന്റെ മേലെ വെച്ചു. ബഈദൻ അൻ ഉയൂനിൻ നാസി, ജനങ്ങളുടെ കണ്ണിൽ പെടാതെ, ജനങ്ങളുടെ കണ്ണിൽ നിന്നും ദൂരത്തായി, ആരും കാണുകയില്ല, വീട്ടിന്റെ മേലെ കൊണ്ടുവച്ചാൽ. ഫറആഹു കൽബുൻ, നാസ് ജനങ്ങളൊന്നും കണ്ടില്ല, പക്ഷെ ആര് കണ്ടു? ഒരു കൽബ് കണ്ടു, ഒരു നായ അത് കണ്ടു. ഫഹമലഹു, നായ അതെടുത്തു. വഅബറ ബിഹി ഇലാ സത്ഹിൻ ആഖർ, എന്നിട്ട് അതും കൊണ്ട് ഒരു സത്ഹിൻ ആഖറിലൂടെ പോവുകയാണ് നായ. അതായത് മറ്റൊരു വീടിന്റെ ടെറസിൽ കൂടെ നായ അതും കടിച്ചുകൊണ്ട് പോവുകയാണ്. ഫസഖത മിനൽ കൽബി, നായയിൽ നിന്നും വീണു, ആ ചെരുപ്പ് വീണു. അല റഅസി റജുലിൻ, ഒരാളുടെ തലയിലേക്ക് വീണു. മറ്റൊരു വീടിന്റെ ടെറസിന്റെ മേലെ കൂടെ നായ ചെരുപ്പം കൊണ്ട് നടക്കുമ്പോൾ വായിൽ നിന്ന് വീണു. എവിടെ വീണു? അല റഅസി റജുലിൻ, ഒരാളുടെ തലയിൽ. ഫജറഹഹു ജുറഹൻ ബലീഗൻ, അത് അയാളുടെ തലയിൽ ആഴത്തിലുള്ള അല്ലെങ്കിൽ വലിയൊരു മുറിവ് ഉണ്ടാക്കി. വലിയ ചെരുപ്പല്ലേ, കനമുള്ള ചെരുപ്പല്ലേ. ഫനളറു, അവര് നോക്കി. വബഹസു ലിമൻ അൽ ഹിദാഉ, അന്വേഷിച്ചു എല്ലാവരും കൂടെ ആരുടേതാണ് ചെരുപ്പ്. ഫഅറഫു അന്നഹു ലി അബുൽ ഖാസിം, ഇത് അബുൽ ഖാസിമിന്റെ ചെരുപ്പാണ് വീണത് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഫശക്കു അൽ അംറ ഇലൽ ഹാക്കിം, വീണ്ടും എല്ലാവരും കൂടെ ഹാക്കിമിന്റെ അടുക്കലേക്ക് പരാതി ബോധിപ്പിച്ചു. ഫഹകമ അലൈഹി ബിദഫ്ഇ മബ്ലഗ മിനൽ മാലി, അങ്ങനെ ഖാദി ഒരു തുക അടക്കാൻ വിധിച്ചു. ഹക്കമ മീൻസ് വിധിച്ചു. ഹക്കമ അലൈഹി, അയാൾക്കെതിരെ വിധിച്ചു. ആർക്കെതിരെ? അബുൽ ഖാസിമിനെതിരെ. ബിദഫ്ഇ, പേ ചെയ്യാൻ. മബ്ലഗൻ മിനൽ മാലി, ഒരു എമൗണ്ട്. ലിൽ മജ്റൂഹി, ആർക്ക്? ഈ മുറിവ് സംഭവിച്ച ആൾക്ക് കൊടുക്കാൻ. അതുമാത്രമല്ല വൽ ഖിയാമി ബിലവാസിമിഹി മുദ്ദത മർളിഹി, അയാളുടെ രോഗത്തിന്റെ കാലയളവിലുള്ള ആവശ്യമായ കാര്യങ്ങൾക്കൊക്കെയുള്ള പണം നൽകാനും മുറിവിനുള്ള ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെയുള്ള പണം ഇയാളുടെ അടുക്കൽ നിന്നും അടക്കാൻ വേണ്ടി ഉത്തരവിട്ടു. അങ്ങനെ ആ പൈസയൊക്കെ ആര് കൊടുക്കേണ്ടി വന്നു? നമ്മുടെ അബുൽ ഖാസിം കൊടുക്കേണ്ടി വന്നു. വൻതഹ ഇൻദ ദാലിക ജമീഅ മാ കാന ലഹു മിൻ മാലിൻ, അങ്ങനെ ഒരുപാട് പൈസ ഇപ്പൊ പിഴയായി അടച്ചപ്പോൾ അയാളുടെ പൈസയൊക്കെ തീർന്നുപോയി. വൻതഹ, അവസാനിച്ചു, തീർന്നു. ഇൻദ ദാലിക, അതോടെ. ജമീഅ മാ കാന, അയാളുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം. മാ കാന ലഹു, അയാൾക്കുണ്ടായിരുന്നതെല്ലാം തീർന്നു. മിൻ മാലിൻ, ഉണ്ടായിരുന്ന പണമെല്ലാം തീർന്നു. വലം യബ്ഖ ഇൻദഹു ഷൈഉൻ, ഇപ്പോൾ അയാളുടെ കയ്യിലൊന്നും അവശേഷിപ്പില്ല, എല്ലാം പൈസ പിഴയടിച്ച് തീർന്നു പോയി. വാഖിറൻ, അവസാനം. അഖദ അബുൽ ഖാസിം ഹിദാഅഹു, അബുൽ ഖാസിം തന്റെ ചെരുപ്പെടുത്തു. വമളാ ബിഹി ഇലൽ ഖാദി, എന്നിട്ട് അതുകൊണ്ട് നേരെ ഖാദിയുടെ അടുക്കലേക്ക് പോയി. ഫഖാല ലഹു, എന്നിട്ട് ഖാദിയോട് പറഞ്ഞു, ഉരീദു മിൻ മൗലാന അൽ ഖാദി, ബഹുമാനപ്പെട്ട ഖാദി, ഉരീദു അൻ യുക്തബ ബൈനി വ ബൈന ഹാദൽ ഹിദാഇ മുബാറഅത്തുൻ ശർഇയ്യ, എനിക്കും എൻ്റെ ഈ ചെരുപ്പിനുമിടയിൽ ഒരു ലീഗലായിട്ടുള്ള ഒരു മുബാറഅത്ത്, ഒരു നിരപരാധിത്വം എഴുതി വെക്കണം എന്ന് ആവശ്യപ്പെട്ടു, എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അല അന്നഹു ലൈസ മിന്നി, ഞാൻ അതിൻ്റെ ആളല്ല. വലസ്തു മിൻഹു, വല അന്നഹു ലൈസ മിന്നി, അത് എൻ്റേതല്ല. വലസ്തു മിൻഹു, ഞാൻ അതിൻ്റേതുമല്ല. അതായത് ഈ ചെരുപ്പ് എൻ്റേതല്ല, ചെരുപ്പിൻ്റെ ആള് ഞാനുമല്ല എന്നൊരു ലീഗലായിട്ട് എന്ത് ചെയ്യണം? എഴുതി തരണം. വ അന്ന കുല്ല മിന്ന ബരീഉ മിൻ സാഹിബി, ഞങ്ങളിൽ ഓരോരുത്തരും മറ്റേയാളുമായിട്ട് എന്താണ്? ബന്ധമില്ലാത്തതാണ്. ബരി ആണ് മീൻസ് നിരപരാധിയാണ്. അയാൾ ചെയ്യുന്ന കുറ്റം, ആ ചെരുപ്പ് ചെയ്യുന്ന കുറ്റത്തിന് എന്നെയും, ഞാൻ ചെയ്യുന്ന കുറ്റത്തിന് ചെരുപ്പിനെയും ശിക്ഷിക്കരുത്. വ അന്നഹു മഹ്മാ യഫ്അലുഹു, അവൻ എന്ത് ചെയ്താലും, അതെന്ത് ചെയ്താലും, ഹാദ, ഈ ചെരുപ്പ് എന്ത് ചെയ്താലും, ലാ ഉഹാസബു അലൈഹി, അതിന്റെ പേരിൽ ഞാൻ വിചാരണ ചെയ്യപ്പെടരുത്, ഞാൻ ഇവനെ തൊട്ടും നിരപരാധിയാണ് എന്ന്
എന്ത് ചെയ്യണം, ലീഗലായിട്ട് എഴുതി തരണം എന്ന് ആര് പറഞ്ഞു? അബുൽ ഖാസിം ഖാദിയോട് ആവശ്യപ്പെട്ടു. ഫളഹിക്കൽ ഖാദി, അപ്പോൾ ഖാദി ചിരിച്ചു. മിൻഹു, ഇത് കേട്ടപ്പോൾ ഖാദി ചിരിച്ചു. വഅമില ലഹുമായുരിദ്, അയാൾ ആവശ്യപ്പെട്ടതുപോലെ, അയാൾ ഉദ്ദേശിക്കുന്നത് പോലെ ഖാദി ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു പുതിയ ഉത്തരവിറക്കി. ഇനി ഈ ചെരുപ്പിനെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് അബുൽ ഖാസിം ഉത്തരവാദിയല്ല, അവർ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല എന്നിതിനാൽ അറിയിക്കുന്നു. അങ്ങനെ ഖാദി ഉത്തരവിട്ടു. ഇതാണ് അബുൽ ഖാസിമിന്റെ ചെരുപ്പിന്റെ കഥ. ഇനി ഇതിലുള്ള ആക്ടിവിറ്റീസ് നോക്കാം. അജിബ് അനിൽ അസിലത്തില്ലാത്തിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. കം സനവാത്തിൻ, എത്ര വർഷമായി ലല്ല എൽബസ് അബുൽ ഖാസിം ഹിദാഅഹു, അബുൽ ഖാസിം തന്റെ ചെരുപ്പ് ധരിക്കുന്നുണ്ട്. അപ്പോൾ ലല്ല എൽബസ് അബുൽ ഖാസിം ഹിദാഅഹു സബഅ സിനീന, അങ്ങനെ മുഴുവനായിട്ട് ഉത്തരം എഴുതുക വാചകത്തിൽ. അബുൽ ഖാസിം 7 വർഷമായിട്ട് ചെരുപ്പ് ധരിക്കുന്നുണ്ട്. കൈഫ സ്വാറ ഹിദാഉ അബുൽ ഖാസിം സഖീലൻ, അബുൽ ഖാസിമിന്റെ ചെരുപ്പ് എങ്ങനെയാണ് ഭാരമുള്ളതായി തീർന്നത്? കാന കുല്ലമാ തഖത്തഅ മൗളിഉ മിൻ ഹിദാഇഹി വഅ അലൈഹി റുഖതൻ ഫസാറ സഖീലൻ, ചെരുപ്പിൽ പൊട്ടൽ സംഭവിക്കുമ്പോഴെല്ലാം അതിലൊരു പീസ്, ഒരു കഷ്ണം വെക്കുമായിരുന്നു. അങ്ങനെയാണത് സഖീലായി തീർന്നത്. മാതാ കാല സ്വദീഖുലി അബുൽ ഖാസിം ലമ്മാ ദഹബ ഇലാ ഹമ്മാമിൻ ആമിൻ, പൊതു ബാത്റൂമിലേക്ക് പോയപ്പോൾ സ്വദീഖ് അബുൽ ഖാസിമിനോട് എന്തായിരുന്നു പറഞ്ഞത്? കാല സ്വദീഖു ലൈതക തഖല്ലസ്ത മിൻ ഹാദൽ ഹിദാഇ വഅൻത ദു മാലിൻ, നീ പണമുള്ളവനാണ്, നീ ചെരുപ്പിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത് അല്ലേ? മാതാ അജാബ അബുൽ ഖാസിം ലി സ്വദീഖിഹി, അബുൽ ഖാസിം എന്താണ് മറുപടി പറഞ്ഞത്? മഅക ഹഖുൻ സഅസ്തരി ഹിദാഅൻ ജദീദൻ ഇൻഷാ അല്ലാഹ്, അല്ലെങ്കിൽ ബിഇദ്നില്ലാ എന്ന് പറഞ്ഞു അല്ലേ? ലമ്മാ ഖറജൽ ഹമ്മാമിൽ മിനൽ ഹമ്മാമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മാതാ റഅ അബുൽ ഖാസിം എന്താണ് കണ്ടത്? അബുൽ ഖാസിം ഹിദാഅൻ ജദീദൻ ബിജാനിബി ഹിദാഇഹിൽ ഖദീമി, അബുൽ ഖാസിം തന്റെ പഴയ ചെരുപ്പിന്റെ അടുക്കൽ പുതിയൊരു ചെരുപ്പ് കണ്ടു. മാതാ ലന്ന സയ്യാദു അനിൽ ഹിദായി, മീൻപിടുത്തക്കാരൻ എന്താണ് ഈ ചെരുപ്പിനെ കുറിച്ച് വിചാരിച്ചത്? ലന്ന സയ്യാദു അന്ന ഹാദൽ ഹിദാഅ വഖഅ മിൻ അബുൽ ഖാസിം ഇല നഹരി, അബുൽ ഖാസിമിന്റെ കയ്യിൽ നിന്നും നെഹറിലേക്ക് വീണതാണ് എന്ന് വിചാരിച്ചു. കൈഫ തുഹാവിലു അൻ തഹ്ദിമ അലാ ജീറാനിക ഹായതഹും, അവരുടെ മതിലി എങ്ങനെയാണ് നീ പൊളിക്കാൻ ശ്രമിക്കുക എന്ന് മൻ കാല വലിമൻ, ആരോട് പറഞ്ഞു? കാലൽ ഖാദി ലി അബുൽ ഖാസിം എന്ന് എഴുതുക, അബുൽ ഖാസിമിനോട് പറഞ്ഞു. കമ്മിൽ ഫറാഗ ബി ഹർഫിൻ ജർറിൻ മുനാസിബിൻ, അനുയോജ്യമായ ജറിന്റെ ഹർഫ് വെച്ച് പൂരിപ്പിക്കണം. ദഹബത്ത് തബീബ്, ഡോക്ടർ പോയി. ഇലൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലേക്ക്. വസലത്തിൽ മുമർരിളത്തു ഇലൽ ഇയാദത്തി, നേഴ്സ് ക്ലിനിക്കിലെത്തി. ഇല മീൻസ് ലേക്ക്. ജലസ താലിബു അലൽ മഖഅദി, വിദ്യാർത്ഥി ബെഞ്ചിന്റെ മേലിരുന്നു. റജഅൽ മുഅല്ലിമു മിനൽ മദ്രസ, അധ്യാപകൻ സ്കൂളിൽ നിന്നും മടങ്ങി. മറ മുഹമ്മദുൻ ബി കുല്ലിയതിഹി, മുഹമ്മദ് തന്റെ കോളേജിന്റെ അടുത്തുകൂടെ പോയി. മറ എന്ന് പറഞ്ഞാൽ നടന്നു അല്ലെങ്കിൽ പോയി, ഇവിടെ പോയി എന്നർത്ഥം പറയാം. മറ ബി എന്ന് പറഞ്ഞാൽ അടുത്തുകൂടെ പോയി. മറ മുഹമ്മദുൻ ബി കുല്ലിയതിഹി, മുഹമ്മദ് തന്റെ കോളേജിന്റെ അടുത്തുകൂടെ പോയി. നാമൽ വലതു ഫി ഖുർഫതിഹി, കുട്ടി തന്റെ റൂമിൽ ഉറങ്ങി. അഖ്റജത്ത് തിൽമീദത്തു കിതാബഹ, വിദ്യാർത്ഥിനി തന്റെ പുസ്തകം പുറത്തെടുത്തു. മിനൽ ഹഖീബത്തി, ബാഗിൽ നിന്നും. ഇംലൽ ഫറാഗ ബിൽ കലിമാത്തിൽ മുനാസിബ, അനുയോജ്യമായ വാക്കുകൾ വെച്ചുകൊണ്ട് പൂരിപ്പിക്കണം. ഇതൊക്കെ പാഠഭാഗത്തുള്ള സെന്റൻസുകളാണ്. കുല്ലമാ തഖത്ത ഫീഹി മൗളിഉൻ ജഅല മക്കാനഹു റുഖതൻ, ലന്ന, ഇതൊക്കെ അർത്ഥം നമ്മൾ മേലെ പറഞ്ഞു, ഇനി പറയണമെന്നില്ല. ലന്ന അന്ന റജുല മിൻ കറമിഹി ഇസ്തറ, ലന്ന അന്ന റജുല വെച്ചാൽ ഇഫ്ലാം, അന്ന റജുല മിൻ കറമിഹി ഇസ്തറാഹു ലഹു ഹിദാഅൻ ജദീദൻ. അർസല അൽ ഖാദി ഖദമഹു ഇല ബൈത്തി അബുൽ ഖാസിം, അബുൽ ഖാസിമിന്റെ വീട്ടിലേക്ക് ഖാദി സേവകരെ അയച്ചു. ലതമ അബുൽ ഖാസിം വജ്ഹഹു വ അഖദ യബ്കി, മുഖത്തടിച്ച് കരയാൻ തുടങ്ങി. വലഅ ഹിദാഅഹു ഹുന, ചെരുപ്പ് അവിടെ വെച്ചു. ബഈദൻ അൻ ഉയൂനിൻ നാസി, ജനങ്ങളുടെ കണ്ണിൽ നിന്ന് ദൂരെ. ദഹബ അബുൽ ഖാസിം ഇലാ ഹമ്മാമിൻ ആമിൻ റഅ ബിജാനിബി ഹിദാഇഹിൽ ഖദീമി, തന്റെ പഴയ ചെരുപ്പിന്റെ അടുത്ത് കണ്ടു. ഹിദാഅൻ ആഖറ ജദീദൻ, പുതിയൊരു ചെരുപ്പിന്. ഇഖ്തർ അൽ കലിമത്തുൽ മുനാസിബത്ത് ബൈനൽ ഖൗസൈൻ, ബ്രാക്കറ്റിൽ നിന്നും അനുയോജ്യമായ വാക്ക് പൂരിപ്പിക്കണം. അദ്ദാറു വാസിഅത്തുൻ, വീട് വിശാലമായതാണ്. ദാറ് എന്നത് മുഅന്നസാണ്, സ്ത്രീലിംഗ പദമാണ്, അതുകൊണ്ടാണ് വാസിഅത്തുൻ എന്ന് വെച്ചത്. ഇസ്തറൈത്തു ഡാഷ് അക്കലാമിൻ, എത്രയാണ് എന്നാണ് എഴുതേണ്ടത്. സലാസത്തു എന്നാണ്
സലാസത്ത എന്നാണ് വെക്കേണ്ടത്. ഇഷ്തറൈത്തു സലാസത്ത അഖ്ലാമിൻ, ഞാൻ 3 പേനകൾ വാങ്ങി. എന്തുകൊണ്ടാണ് സലാസ ഇസ്നാശറ ഒന്നും വെക്കാത്തത്? എണ്ണത്തിന്റെ നിയമം ചുരുക്കി പറയാം. സലാസത്തു അഖ്ലാമിൻ എന്ന് പറയുമ്പോൾ സലാസ എന്നത് അദദാണ്, എണ്ണമാണ്. അഖ്ലാം മഅദൂദാണ്, എണ്ണപ്പെടുന്ന വസ്തുവാണ്. മഅദൂദ് മുദക്കറാണെങ്കിൽ അതതിനെ മുഅന്നസാക്കണം. 3 മുതൽ 10 വരെയാണ് എണ്ണുന്നത് എങ്കിൽ 3 മുതൽ 10 വരെയുള്ള നിയമമാണ് പറയുന്നത്. എണ്ണുമ്പോൾ 3 മുതൽ 10 വരെ എണ്ണുമ്പോൾ മഅദൂദ് മുദക്കറാണെങ്കിൽ അതതിനെ മുഅന്നസാക്കണം. മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അതതിനെ മുദക്കറാക്കണം. ഇവിടെ അഖ്ലാമുൻ എന്നതിന്റെ മുഫ്രദ് ഖലമുൻ എന്നാണ് അല്ലെ, അത് മുദക്കറാണ്. അപ്പോൾ അതതിനെ മുഅന്നസാക്കണം. അതതിനെ എങ്ങനെയാണ് മുഅന്നസാക്കുക? സലാസത്തുൻ, അങ്ങനെ അവസാനം ഒരു താ ചേർക്കുക. മുദക്കറാക്കുന്നത് താ ഒഴിവാക്കുക, സലാസു എന്ന് പറയുക. അപ്പൊ സലാസത്ത അഖ്ലാമിൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, 3 മുതൽ 10 വരെ എണ്ണുമ്പോൾ മഅദൂദിനെ ജംഅ് ആക്കണം. സലാസത്ത ഖലമിൻ എന്ന് പറഞ്ഞാൽ പോരാ, അഖ്ലാമിൻ എന്ന് തന്നെ പറയണം. പിന്നെ മഅദൂദിന്റെ ഇറാബ് ജറായിരിക്കും. 3 മുതൽ 10 വരെ എണ്ണുമ്പോൾ മഅദൂദിന്റെ ഇറാബ് ജറാണ്. ജറാകുമ്പോൾ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തിന് കസ്ർ നൽകണം. അപ്പോൾ ഇഷ്തറൈത്തു സലാസത്ത അഖ്ലാമിൻ എന്നാണ് പറയേണ്ടത്. ഡേഷ് താലിബത്തുൻ ഇലൽ മക്തബത്തി, വിദ്യാർത്ഥിനി സ്കൂളിലേക്ക് ലൈബ്രറിയിലേക്ക് പോയി അല്ലെ. ദഹബത്ത്, വിദ്യാർത്ഥിനി ആയതുകൊണ്ട് ദഹബത്ത്. അൽ വലദാനി ഡേഷ് അദ്ദുറൂസ, 2 കുട്ടികൾ പാഠങ്ങൾ യദുറുസാനി പഠിക്കുന്നു. അൽ വലദാനി യദുറുസാനി ദുറൂസ. ബിഅത്തു ഡേഷ് ഹഖായിബ, ബിഅത്തു ഹഖീബത്തുൻ എന്നാണ് അല്ലെ. ഹഖീബത്ത് മുഅന്നസാണ്, അപ്പോൾ അതതിനെ മുദക്കറാക്കണം. അപ്പൊ എന്ത് പറയും? ബിഅത്തു ഖംസ, ആദ്യത്തേത് ഖംസ ഹഖായിബ, ഞാൻ 5 ബാഗുകൾ വിറ്റു. ഇവിടെ ഹഖായിബ് നമ്മൾ നേരത്തെ പറഞ്ഞു 3 മുതൽ 10 വരെ എണ്ണുമ്പോൾ മഅദൂദിന്റെ ഇറാബ് ജറായിരിക്കുമെന്ന്. ഇറാബ് ജറാണെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് കസ്ർ നൽകണമെന്നും പറഞ്ഞു. പക്ഷെ ഹഖായിബ എന്നാണ് പറയേണ്ടത്. അത് കാരണം ഹഖായിബ് എന്ന വാക്ക് ഗൈറു മുൻസരിഫാണ്. അതുകൊണ്ടാണ്. ഗൈറു മുൻസരിഫ് എന്താണെന്നുള്ളത് പിന്നീട് പഠിക്കാം. അൽ ബിന്ദാനി ഡാഷ് ഫിൽ മൈദാനി തൽഅബാനി, അൽ ബിന്ദാനി തൽഅബാനി ഫിൽ മൈദാനി, 2 പെൺകുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുന്നു. 2 ആയതുകൊണ്ടാണ് തൽഅബാനി എന്ന് പറഞ്ഞത്. ഉത്തുബുൽ മുഫ്രദ, ഇതിൻ്റെയൊക്കെ മുഫ്രദ എഴുതണം. റിജാലുൻ റജുലുൻ, അഹദിയത്തുൻ ഹിദാഉൻ, അസ്ദിഖാഉ സുദീഖുൻ, ജീറാനുൻ ജാറുൻ, ഹമ്മാമാത്തുൻ ഹമ്മാമുൻ, ബുയൂത്തുൻ ബൈത്തുൻ, ഖദമുൻ ഖാദിമുൻ, അൻഹാറുൻ നഹറുൻ, ഖസാഇനു ഖസാനത്തുൻ, നവാഫിദു നാഫിദത്തുൻ എന്നാണ് ജമ്മ. ഉക്തുബുൽ ജമ്മ എഴുതണം. ഇസ്മുൻ അസ്മാഉ, സനത്തുൻ സനവാത്തുൻ, മൗളിഉൻ മവാളിഉ, ഹുഫ്രത്തുൻ ഹുഫറു, മാലുൻ അംവാലുൻ, ഹായിത്തുൻ ഹീത്താനുൻ, കൽബുൻ കിലാബുൻ, മറലുൻ അമ്രാലുൻ, ജുറഹുൻ അജ്റാഹുൻ അല്ലെങ്കിൽ ജിറാഹുൻ ജിറാഹാത്തുൻ എന്നൊക്കെ പറയും. ഓക്കെ, ഇനി ലിദ് എഴുതണം. സഖീലുൻ ഭാരമുള്ളത്, ഖഫീഫുൻ ഭാരമില്ലാത്തത്, ജദീദുൻ ഖദീമുൻ, ബഈദുൻ ഖരീബുൻ ദൂരെ അടുത്ത്, ബരീഉൻ, ബരീ മീൻസ് നിരപരാധി. അപ്പം മുജിരിമുൻ കുറ്റവാളി അല്ലെങ്കിൽ മുദ്നിബുൻ അല്ലെങ്കിൽ ജാനി, അഖീറൻ അവസാനമായി, അവലൻ ആദ്യമായി, ലബിസ മീൻസ് ധരിച്ചു, ഖലഅ അഴിച്ചു, ഖറജ പുറപ്പെട്ടു പുറത്തിറങ്ങി, ദഖല പ്രവേശിച്ചു, ഇഷ്തറ വാങ്ങി, ബാഅ വിറ്റു, വജദ കണ്ടു. വജദ എന്നുള്ളത് സന്ദർഭമനുസരിച്ച് പല അർത്ഥങ്ങളിലും പല പ്രയോഗവും ഉണ്ടല്ലേ. അപ്പോൾ വജദ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഫഖദ നഷ്ടപ്പെട്ടു, ഫൈൻഡ് വജദ കണ്ടെത്തി, ഫഖദ നഷ്ടപ്പെട്ടു എന്ന് പറയാം. കറക്റ്റായിട്ടൊരു ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ ഒരുപാടുണ്ടാവും. ഹബസ തടവിലിട്ടു, അത്തുലക്ക ആണ് അത്തുലക്ക മോചിപ്പിച്ചു, ഫതഹ തുറന്നു, അഗലക്ക അടച്ചു, അറഫ അറിഞ്ഞു, ജഹല അജ്ഞനായി, ഹലറ ഹാജരായി, ഗാബ മറഞ്ഞു അബ്സെന്റായി, ലഹിക ചിരിച്ചു, ബക്ക കരഞ്ഞു, റത്തിബിൽ കലിമാത്തി അല്ലാത്ത. ഇതൊക്കെ പുസ്തകത്തിലുള്ള സെന്റൻസുകളാണ്. ഹാദ ഫഅൻത തതഖല്ലസു മിൻ ഹിദായിക ലൈതക ദു മാലിൻ, സദീഖ് പറഞ്ഞതല്ലേ. ലൈതക തതഖല്ലസു മിൻ ഹിദായിക ഹാദ വഅൻത ദു മാലിൻ. അടുത്തത് അൽ ഹഖു മഅക, നീ പറഞ്ഞത് ശരിയാണ്. സഅസ്തരി ഹിദാഅൻ ജദീദൻ ബിഇദ്നില്ലാഹി, ഞാൻ പുതിയൊരു ചെരുപ്പ് വാങ്ങും. ആഖർ ബിജാനിബി ഹിദാഅഹു റഅ അൽ ഖദീമ ജദീദൻ, റഅ ഹിദാഅൻ ജദീദൻ, ഹിദാഅൻ ആഖറ ജദീദൻ ബിജാനിബി ഹിദാഇഹിൽ ഖദീമി.
അടുത്ത അന്നൽ ഹിദാ ഫിന്നഹരി ലന്ന വഖഅ മിൻഹു സയ്യാദ്. ലന്ന സയ്യാദു അന്നൽ ഹിദാ വഖഅ മിൻഹു ഫിന്നഹരി. അയാളുടെ കയ്യിൽ നിന്നും ചെരുപ്പ് താഴെ വീണതാണ് എന്ന് അയാൾ വിചാരിച്ചു. അൻ തഹദിമ തുഹാവിലു അലാ ജിറാനിക കൈഫ ഹായിതഹും. കൈഫ തുഹാവിലു അൻ തഹദിമ ഹായിതഹും. അൻ തഹദിമ കൈഫ തുഹാവിലു അലാ ജിറാനിക അൻ തഹദിമ ഹായിതഹും. തങ്ങളുടെ അയൽവാസികളുടെ മതിൽ എങ്ങനെ പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മൗദിഉ മക്കാനഹു തഖത്തഅ ഫീഹി ജഅല റുകഅതൻ കുല്ലമ. കുല്ലമ തഖത്തഅ ഫീഹി മൗദിഉൻ ജഅല റുകഅതൻ മക്കാനഹു. സത്ഹ് വവളഅ സഇദ ബിബൈതിഹി ഹുനാക ഫൗക ഹിദാഹു. സഇദ ഫൗക സത്ഹി ബൈതിഹി. വീട്ടിന്റെ മുകളിൽ കയറി. പിന്നെ വവളഅ ഹിദാഹു ഹുനാക. ചെരുപ്പ് അവിടെ വെച്ചു. മുബാറഅത്ത് ഉരീദു അൻ യക്തബ അൽ ഹിദാഉ മിനൽ ഖാദി ബൈനി വബൈന. ഉരീദു അൻ യക്തബ മിനൽ ഖാദി മുബാറഅത്തൻ ബൈനി വബൈന ഹാദൽ ഹിദാഇ വബൈനൽ ഹിദാഇ. മയ്യിസ് അൽ ഫീല വൽ ഫായില വൽ മഫ്ഊല ബിഹി മിനൻ നസ്ബ്. പടവാത്തുനിന്നും ഫീലും ഫായിലും മഫ്ഊൽ ബിഹിയും വേർതിരിക്കണം. അതായത് കുറെ ഫീലും ഫായിലും മഫ്ഊൽ ബിഹിയും ഇതിലുണ്ടാകും. നമുക്കൊന്ന് രണ്ടെണ്ണം നോക്കാം. യൽബസുഹു എന്നുള്ളതിൽ ഒരു ഫീലും ഫായിലും മഫ്ഊൽ ബിഹിയും ഉണ്ട്. പക്ഷെ അതിലെ ഫായില് പുറത്ത് കാണുകയില്ല. നമുക്ക് വേറെ നോക്കാം. ദഹബ അബുൽ ഖാസിം. അത് ഫീലുണ്ട് ഫായിലുണ്ട്. അബുൽ ഖാസിം അബു എന്നുള്ളത് ഫായിലാണ്, ദഹബ ഫീലാണ്. പക്ഷെ അതിൽ മഫ്ഊൽ ബിഹി ഇല്ല. ഖാല ലഹു അഹദുൻ യാ അബുൽ ഖാസിം ലാ തദു. സഅസ്തരി ഹിദാഅൻ ജദീദൻ. സഅസ്തരി ഞാൻ വാങ്ങും. അതിൽ സഅസ്തരി എന്നുള്ളതിൽ അസ്തരി എന്നുള്ള ഫീലാണ്. പിന്നെ ഫായിലും അതിനകത്ത് തന്നെയാണ് ഉള്ളതിൽ. ഹിദാഅൻ ചെരുപ്പ്. അപ്പോൾ അതാണ് മഫ്ഊൽ ബിഹി. റഅ ബിജാനിബി ഹിദാഇഹി അൽ ഖദീമി ഹിദാഅൻ ആഖറ. റഅ അവൻ കണ്ടു. അപ്പോൾ അതിൽ ഫായില് അതിനകത്ത് തന്നെയാണുള്ളത്, ഹുവ എന്നത്. ഹിദാഅൻ അതാണ് മഫ്ഊൽ ബിഹി. ഓക്കെ. ലബിസഹു. ലബിസ എന്നുള്ളതിൽ ലബിസ ഫീല്, ഫായില് ലബിസ എന്നുള്ളതിനകത്ത് ഹുവ എന്നുള്ള ഫായില്, ഹു അതിനെ. അപ്പോൾ ഹു എന്നുള്ളത് മഫ്ഊൽ ബിഹിയാണ്. അതേപോലെ ഫീലും ഫായിലും മഫ്ഊൽ ബിഹിയും ഇതിൽ നിന്നും കണ്ടെത്തുക.